നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ബ്രെഡ് ഉപ്പുമാണ്. ഇത് നിങ്ങളുടെ വീടുകളിൽ വളരെ എളുപ്പം കുറച്ച് സമയത്തിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. നിങ്ങൾ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണോ, സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന പിള്ളേരാണോ, അല്ലെങ്കിൽ നിങ്ങൾ IT കമ്പനി ജോലി ചെയ്യുന്നവരാണോ, നിങ്ങൾക്ക് രാവിലെ വെറും 15 മിനിറ്റ് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാൻ പറ്റും. പക്ഷേ അതിന് സവാളയും തക്കാളിയും കട്ടിയില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് 1.5 സവാള. 1.5 സവാള എന്ന് പറയുന്നത് 2 പേർക്കുള്ള ഇതിൻ്റെ. ഇപ്പം നമ്മൾ പൊതുവേ 6 ബ്രെഡോ 7 ബ്രെഡോ ആയിരിക്കും 2 പേരും കഴിക്കും. ബ്രെഡ് മാവിൻ്റെ കണക്ക് വെച്ചിട്ട് ഞാൻ പറയുന്നത് ഒരു 1.5 സവാള, അല്ലെങ്കിൽ നമ്മൾ പിടിക്കുള്ളിൽ വാടി കഴിയാനും കുറച്ച് ഓവറാവാത്ത രീതിയിലുള്ള സവാള. 1.5 സവാള, അരി സവാള നേരത്തെ വെച്ചതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഒരു സവാള കട്ട് ചെയ്ത് ബാക്കിയുള്ള അര സവാള ഫ്രിഡ്ജ് വെക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിന്നെ ഒരു 2 തക്കാളി എന്ന് പറയുന്നത് എൻ്റെ ഒരു എന്താണ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പുളിയുള്ള തക്കാളിയാണെങ്കിൽ 2 തക്കാളി ഒരു തക്കാളി ആക്കാവുന്നതാണ്. പാൻ ചൂടായി കഴിഞ്ഞു. അപ്പം ചൂടായിട്ടുള്ള പാൻ നമ്മുടെ കുക്കിംഗ് ഓയിൽ ഇങ്ങനെ ഒഴിക്കുക. ഇങ്ങനെ അപ്പം 2 സൈഡിലൊക്കെ ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഒന്ന് മാറ്റി വയ്ക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞ കുക്കിംഗ് ഓയിൽ ഇങ്ങനെ പടരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾ കുറച്ച് മാറി ഒന്ന് കടലിടുന്നതാണ് സേഫ് നല്ലത്. കുക്കിങ്ങിൻ്റെ ആ ഒരു ഇതായതുകൊണ്ട് തിയോറി പറയാൻ മറന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങനെ കടിക്കിട്ടതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇങ്ങനെ ഒന്നായി ഇട്ട് കൊടുക്കാം. സവാള ഇടുന്ന റീടേക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, കരിഞ്ഞു പോയാൽ ഉള്ളതുകൊണ്ട് കരിഞ്ഞു പോയാലും ഇവിടെ തന്നെ കഴിയും. എന്താണ് കഴിയും? കുറച്ച് ഉപ്പ് ആവശ്യത്തിനിടുക, വാടാൻ വേണ്ടിയിട്ടാണ്. ഇതെന്നെ എൻ്റെ പ്രിയതമയും എൻ്റെ അമ്മയും പറയുന്ന കേട്ടിട്ട് ഞാൻ ഇട്ടതാണ്. വാടാൻ വേണ്ടി ഇതെന്താ പുഴുവാണ്? എല്ലാവരും ക്ഷമിക്കുക. ഉറക്കം കിട്ടാത്തതിൻ്റെ ചില പ്രശ്നങ്ങളാണ് കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങൾ തമാശയാകുമ്പോൾ പറയുന്നു. എല്ലാവരും പേര് വരിക. ഹലോ പറഞ്ഞോ ഗൈസ്, എന്ത് ചെയ്യാനാണ് ഗൈസ്? നമ്മൾ വഞ്ചിതരാവാണ് ഗൈസ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഞാൻ പറയാം 15 മിനിറ്റ് പറയുന്നത് ശ്രദ്ധിച്ചില്ല. വെറുതെയാണ് ഗൈസ്. കുറച്ച് വാടി ഉടങ്ങിയതിന് ശേഷം നമ്മൾ ഭയങ്കരമായിട്ട് അതിനെ ഇതാക്കേണ്ട ആവശ്യമില്ല. കാരണം ഉള്ളിൽ നമുക്ക് അതുപോലെ കഴിക്കേണ്ടതാണ്. ഒന്ന് വാടി ഒന്നൊരു വഴണ്ട പരിവുണ്ടല്ലോ, ഈ പരിവ് കരുതണം. ഈ പരിവായതിനു ശേഷം നമുക്ക് തക്കാളി ഇടാം. തക്കാളി കണ്ടു ഇങ്ങനെ ഡിസൈനായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് മറ്റേ ഉള്ളിക്കറി എന്താണ് ഗൈസ്? ഞങ്ങളെ വഞ്ചിക്കാണ് വീണ്ടും ബ്രെഡ് ഇടാൻ പോവുകയാണ് ഗൈസ്. ചെറിയ സ്ലൈസ് ഇടാം. നിങ്ങൾക്ക് ഏതെങ്കിലും ചെയ്തിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ പുറത്തൂടെ താളിച്ച് കുറച്ച് പൊടികളും കൂടെ ഇട്ടാൽ മതി. എന്നിട്ട് മിക്സ് ചെയ്താണ്. കാരണം അത് ഭയങ്കരമായിട്ട് ചില സമയത്ത് ഇത് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. ചൂട് കാണും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം സവാള ഇടുമ്പോൾ മാത്രമേ ചൂട് കൂട്ടിയിടാം. അതിനുശേഷം എല്ലാം ചൂട് കുറച്ച് വേണം. നിങ്ങൾ നോക്കൂ, ഇതാണ് മിസ്റ്റർ വിഷ്ണു രമേശ് ഉണ്ടാക്കിയ ബ്രെഡ് ഉപ്പുമാവിൻ്റെ ഫൈനൽ ലുക്ക്. എന്തായാലും കഴിച്ചു നോക്കാമല്ലേ ഗൈസ്? പക്ഷെ എനിക്കൊരൊറ്റ കാര്യം നിങ്ങളോട് പറയാം. ഡോണ്ട് ഡെയർ ടു ട്രൈ ഇറ്റ് അറ്റ് ഹോം. എന്തായാലും ഞാൻ കഴിച്ചിട്ട് ഇപ്പോൾ കഴിച്ചു തരട്ടെ.